മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എം ജയചന്ദ്രൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ എം ജയചന്ദ്രൻ, സെലക്റ്റീവായ അന്വേഷണം മതി. ശബരിമലയിൽ അയ്യപ്പൻ്റെ മുതൽ കട്ടുകൊണ്ടുപോയവർ ആരൊക്കെയാണ് എന്ന് സ്വതന്ത്രമായി SIT കോടതി തൃപ്തി രേഖപ്പെടുത്തിയ ആ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകേണ്ട, കാരണം തന്ത്രിയിലേക്ക് എത്തരുത്. ഇതൊക്കെയാണ് BJPയുടെയും കോൺഗ്രസിൻ്റെയും ഇപ്പോഴത്തെ വാദം. എന്താണ് ഇത് സൂചിപ്പിക്കുന്നത്? ഇത് സൂചിപ്പിക്കുന്നത് വളരെ പ്രകടമായ നഗ്നമായ നിയമലംഘനത്തിന് പരസ്യമായി ആഹ്വാനം ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ ആണ് ഈ BJP നേതാക്കളും ഈ കോൺഗ്രസ് നേതാക്കളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്തത് ഭരണകൂടത്തിന്റെ താല്പര്യപ്രകാരമാണ്, ഗവൺമെന്റിന്റെ താല്പര്യപ്രകാരമാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലാണല്ലോ ഇപ്പൊ എല്ലാവരുടെയും പ്രതികരണങ്ങൾ വരുന്നത്. പൊടുന്നനെ എന്തിനായിരുന്നു ഈ അറസ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. ഇത് പൊടുന്നനെയാണോ അജിംഷാദെ? ഇത് പൊടുന്നനെയാണെങ്കിൽ നവംബർ 26-ന് 2025 നവംബർ 26-ന് തന്ത്രിയുടെ മൊഴി എടുക്കാനായിട്ട്, ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുകയും മൊഴി നൽകുകയും ചെയ്തിരുന്നല്ലോ. അതിനുശേഷം ഡിസംബറിൽ വീണ്ടും വിളിപ്പിച്ചു. അദ്ദേഹത്തിന്റെ അസൗകര്യം പറഞ്ഞ് അദ്ദേഹം എത്തിയില്ല. അത് കഴിഞ്ഞാണ് ഇന്നലെ അറസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് പൊടുന്നനെയാണോ? SIT അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിടുന്നതെന്നാണ് 2025 ഒക്ടോബർ 10-നാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് SIT കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ 2025 നവംബറിൽ, അതായത് SIT ഉപയോഗിച്ച ശേഷം 1 മാസം 25 നവംബർ 26-നാണ് തന്ത്രിയെ ചോദ്യം ചെയ്ത് മൊഴി എടുക്കുന്നത് വിശദമായി. ഇപ്പോ കടകംപള്ളി സുരേന്ദ്രനെ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച മൊഴിയെടുത്ത് ചോദ്യം ചെയ്തതുപോലെ അവർക്ക് അതിൽ കൂടുതൽ വിവരങ്ങൾ തന്ത്രിയെ അറിയാനുണ്ടല്ലോ. കാരണം തന്ത്രിയാണ് ചീഫ് പ്രീസ്റ്റ്. ചീഫ് പ്രീസ്റ്റ് എന്ന് പറയുമ്പോൾ തന്ത്രി അതിനകത്ത് സുരേന്ദ്രൻ പറയുന്നുണ്ടല്ലോ ഒരു ഉത്തരവാദിത്വം. അങ്ങനെയല്ല, അത് പരിപൂർണമായി തെറ്റിദ്ധരിപ്പിക്കണം സുരേന്ദ്രൻ നടത്തുന്നത്. ഈ ശബരിമല ശ്രീകോവിലിന്റെ പൂർണ്ണ അധികാരം എന്ന് പറയുന്നത് തന്ത്രി എന്ന ഒരൊറ്റ ആളിനാണ്. പൂജാരിക്കോ മേൽശാന്തിക്കോ താഴെയുള്ള പൂജാരിമാർക്കും അല്ല. അതിന്റെ പരമാധികാരി എന്ന ചീഫ് പ്രീസ്റ്റ് ആണ്. ഇതൊക്കെ ഞാൻ വെറുതെ ഉണ്ടാക്കി പറയുന്നതോ ഇടതുപക്ഷമോ CPM ഉണ്ടാക്കി പറയുന്നതല്ല. 1949 കവനന്റ്, അതിനുശേഷം 1950 രൂപയിലെ ദേവസ്വം ബോർഡിന്റെ ആക്ട് ആൻഡ് റൂൾസ്, ഇതിലൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടെന്നേ. അതിൻ്റെ അകത്ത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളിലും ഏത് ചാനൽ പങ്കെടുക്കണമെന്ന് ഞാൻ പറയും, ദേവസ്വം വകുപ്പിന് യാതൊരു ബന്ധവുമില്ല. അത് മാത്രമല്ല, ഈ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖരും ഒക്കെ പറയുന്നത്, നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞിരുന്നത് ശബരിമലയുടെ സ്വത്ത് കവർന്നവരെ പിടികൂടണം, കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണം ആ അർത്ഥത്തിൽ പുരോഗമിക്കട്ടെ. ഇതായിരുന്നു കോൺഗ്രസും BJPയും ഒക്കെ പറഞ്ഞിരുന്നത്. അവർ തന്ത്രിയിലേക്ക് എത്തുമ്പോൾ മലക്കം മറിയുന്നതിന്. അപ്പോൾ തന്ത്രി കുറ്റം ചെയ്താൽ അല്ലെങ്കിൽ തന്ത്രിയിൽ കുറ്റം കണ്ടാൽ അത് പരിശോധിക്കേണ്ട എന്നാണോ പറയുന്നത്? അപ്പോൾ അയ്യപ്പനേക്കാൾ പ്രാധാന്യമാണോ, അയ്യപ്പൻ്റെ മുതലിനേക്കാൾ പ്രാധാന്യമാണോ തന്ത്രിക്ക് നൽകുന്നത്? അതൊന്ന്. രണ്ടാമത്തത്, ഇത് വിശ്വാസികളുടെ നേർക്കുള്ള വെല്ലുവിളി കൂടിയല്ലേ? കാരണം വിശ്വാസികളുടെ ആഗ്രഹമാണ് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തെത്തണമെന്ന്. ആര് കുറ്റം ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടണമെന്നുള്ളത്. അപ്പോൾ വിശ്വാസികളുടെ താല്പര്യത്തിനെതിരല്ലേ ഇവർ നിൽക്കുന്നത്, BJPയും കോൺഗ്രസും? ശ്രീ എം ജയചന്ദ്രൻ, അവര് മാത്രമല്ല അജിംഷാദ്, ഒരു കാര്യം കൂടെ വ്യക്തമാക്കാറുണ്ട് ഇക്കാര്യത്തിൽ. ഇന്ന് രാത്രി 8 മണിക്ക് തന്ത്രി മണ്ഡലം, യോഗക്ഷേമ സഭ തുടങ്ങിയവരുടെ ഓൺലൈൻ മീറ്റിംഗ് വിളിച്ചിരിക്കുകയാണ് ഈ കാര്യം ആലോചിക്കാനായിട്ടാണ് വിളിച്ചിരിക്കുന്നത്. എന്നിട്ട് തന്ത്രിക്ക് അനുകൂലമായ പ്രസ്താവന രാത്രി തന്നെ ഉണ്ടാകുമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പോ ഈ ഹൈക്കോടതി നിയമിച്ച ഒരു അന്വേഷണ കമ്മീഷൻ, ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷന്റെ അവര് വളരെ ഉത്തരവാദിത്തോടെ കാര്യക്ഷമമായി അന്വേഷണം നടത്തുമെന്ന് ഹൈക്കോടതി തന്നെ ആവർത്തിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ള ആ അന്വേഷണ സംഘത്തിന്റെ വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നടപടികളാണ് ഇന്നലെ. മാത്രമല്ല ഇവരിപ്പോ ഈ ആചാര ലംഘനങ്ങളെ നിസ്സാരവൽക്കരിക്കുകയാണ്. ആചാര ലംഘനം എന്നതുകൊണ്ട് ഇവിടെ പരാമർശിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒന്ന്, അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയമായ സങ്കല്പമാണ് തന്ത്രിക്കുള്ളത്. അപ്പോൾ തന്ത്രി അറിയാതെ അവിടെ ഒരു ഇല അനക്കാൻ ആകില്ല. ഇപ്പോൾ കട്ടളയ്ക്ക് പൂശണമെങ്കിലും അല്ലെങ്കിൽ ദ്വാരപാലക ശില്പങ്ങളിൽ പരിക്കേറ്റ് അത് പരിഹരിക്കണമെങ്കിലും എല്ലാം
ദേവസ്വം ബോർഡിനോ തിരുവാഭരണം കമ്മീഷണർക്കോ ഈ കാര്യങ്ങളുമായി മുമ്പോട്ട് പോകണമെങ്കിൽ തന്ത്രിയുടെ അനുമതി വേണം. ഇതേ തന്ത്രിയാണ് ഈ തട്ടിപ്പുകാരനായ പോറ്റിയെ സന്നിധാനത്തേക്ക് കയറ്റിയത് എന്ന വാദങ്ങൾ പുറത്തെത്തുകയാണ്. മാത്രമല്ല വാജിവാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെ അവിടെ നിൽക്കുന്നു. അപ്പോൾ തന്ത്രിയിലേക്ക് അന്വേഷണം പോകരുത് എന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ്? അത് എത്ര കൊണ്ട് നിയമവിരുദ്ധമാണ്, വിശ്വാസവിരുദ്ധമാണ്, ശബരിമലയ്ക്കെതിരാണ്. അല്ല, താങ്കൾ ചോദിച്ച ആ ചോദ്യത്തിന് വളരെ വലിയ പ്രസക്തിയുണ്ട് ഇപ്പോൾ. കാരണം ഈ 2017 ജൂണിലാണ് കൊടിമര പ്രതിഷ്ഠ നടക്കുന്നത് കേട്ടോ. 2017 ജൂൺ മാസത്തിലാണ്. അന്ന് ശബരിമല ദേവസ്വത്തിന്റെ പ്രസിഡന്റ് കോൺഗ്രസ് നേതാവും പരേതനുമായ പ്രയാർ ഗോപാലകൃഷ്ണനായിരുന്നു. അന്ന് കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടാണ് ഈ വാജിവാഹനം തന്ത്രി അദ്ദേഹത്തിന്റെ സ്വന്തമാക്കി വീട്ടിൽ കൊണ്ടുപോകുന്നത്. പക്ഷെ അപ്പൊ തന്നെ പുറത്തു വരാത്ത വേറൊരു വലിയ സംഗതിയും കൂടിയുണ്ട്. ശ്രീകോവിലിന് മുകളിലുണ്ടായിരുന്ന 3 താഴികക്കുടങ്ങൾ പിന്നെ ഒരാവശ്യവുമില്ലാതെ അതെടുത്തോണ്ട് പോയി പിന്നെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് തിരികെ കൊണ്ടുവന്നിട്ട് പൂർണ്ണ കുംഭാഭിഷേകം, ശുദ്ധികലശം, അത് കൊണ്ടുപോകുന്നതിനുള്ള അനുജ്ഞ, ഇതൊന്നും അവിടെ ചെയ്തില്ല. അനുജ്ഞ വാങ്ങിയിട്ട് വേണം കൊണ്ടുപോകാൻ ഈ താഴികക്കുടങ്ങൾ 3 ശ്രീകോവിലിന്റെ മുകളിലുള്ളത്. അതിനുശേഷം ശുദ്ധികലശം നടത്തണം തിരിച്ചു കൊണ്ടുവരുമ്പോ. അത് കഴിഞ്ഞ് പൂർണ്ണ കുംഭാഭിഷേകം നടത്തണം. ഇതൊന്നും നടന്നിട്ടില്ല. അപ്പൊ ഇതൊക്കെ ആചാര ലംഘനമല്ല പിന്നെ എന്താണെന്നേ ഇതൊരു പറയട്ടെ. വിശ്വാസികള് ഇങ്ങനെ ഈ അലറുന്നുണ്ടല്ലോ ഇതുമായി ബന്ധപ്പെട്ട്. ഞാൻ ചോദിക്കുന്ന ഇതാണ്, ഉത്തരവാദിത്തോടെ ചോദിക്കുകയാണ്. ഈ താഴികക്കുടങ്ങൾ എന്തിനു കൊണ്ടുപോയി? 3 താഴികക്കുടങ്ങൾ അത് തിരിച്ചു കൊണ്ടുവരുമ്പോ ഈ കൊണ്ടുപോകുമ്പോ അനുജ്ഞ വാങ്ങിച്ചിട്ടില്ലാന്ന ഒന്ന്, തിരിച്ചു കൊണ്ടുവരുമ്പോ ശുദ്ധികലശം നടത്തണം, പൂർണ്ണ കുംഭാഭിഷേകം നടത്തണം. ഇത് രണ്ടും ചെയ്യാതെ അതവിടെ പുനഃസ്ഥാപിച്ചു. അത് ആചാര ലംഘനമല്ലേ? കൊണ്ടുപോയ ആചാര ലംഘനം, തിരിച്ചു കൊണ്ടുവന്ന് സ്ഥാപിച്ചത് ആചാര ലംഘനം. ഇത് ചെയ്തത് ആരുടെ നേതൃത്വത്തിലാണ്? ഇതേ തന്ത്രിയുടെ നേതൃത്വത്തിൽ. ഇത് നിഷേധിക്കാൻ ഇവർക്ക് ആർക്കെങ്കിലും കഴിയുമോ? ഇല്ല. അതിലേക്ക് അന്വേഷണം വരാൻ പോകുന്നേ ഉള്ളൂ. ഇനി ആ ഭാഗത്തേക്ക് SIT കടന്നിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ചെറിയ കാര്യമല്ല. വാജിവാഹനത്തിന്റെ പ്രശ്നവും ഞാൻ ഈ പറഞ്ഞ 3 താഴികക്കുടങ്ങളുടെ പ്രശ്നവും വളരെ ഗൗരവമായ പ്രശ്നമായി ഉയർന്നു വന്നിട്ടുണ്ട്. അതിലേക്കുള്ള അന്വേഷണം ഇനി കസ്റ്റഡി വാങ്ങുന്നതോടുകൂടി വീണ്ടും മറ്റു കാര്യങ്ങളിലേക്ക് കടക്കും. അപ്പൊ അത്തരത്തിൽ എന്തൊക്കെയാണോ ശബരിമല എന്ന് പറയുന്ന പരമപവിത്രമായി ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ കാണുന്ന ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് തന്നെ കാണുകയും എന്നാൽ എല്ലാ മതസ്ഥരും അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി അവിടെ വരികയും ചെയ്യുന്ന ആ തീർത്ഥാടന കേന്ദ്രത്തിൽ അതിന് ചീഫ് പ്രീസ്റ്റ് എന്ന നിലയിൽ ചുമതല വഹിക്കുന്ന പരമ്പരാഗതമായി ഒരു കുടുംബത്തിന് കിട്ടിയ അവകാശത്തിന്റെ ഭാഗമായി ആ അധികാരം കിട്ടിയ ഒരാളിൽ നിന്നുണ്ടായിട്ടുള്ള പിന്നെ ഈ നിയമവിരുദ്ധമായ നടപടികൾ, ആചാര ലംഘനപരമായ നടപടികൾ ഒക്കെ SIT റിമാൻഡ് റിപ്പോർട്ടിൽ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയാത്ത കാര്യങ്ങളാണ് ഞാനിപ്പോ ഈ ചർച്ചയ്ക്ക് ഇവിടെ പറഞ്ഞത്. അതടക്കമുള്ള കാര്യങ്ങൾ നിൽക്കുമ്പോൾ എന്തിനാണ് തന്ത്രിയെ ഇപ്പൊ അറസ്റ്റ് ചെയ്തത്, ഇത്ര ധൃതി പിടിച്ച് അറസ്റ്റ് ചെയ്തത് എന്ന ചോദ്യത്തിന് എന്ത് പ്രസക്തിയാണുള്ളത്? അങ്ങനെ കുറ്റം തെളിയുന്ന ഒരു ഘട്ടത്തിൽ, അല്ലെങ്കിൽ കുറ്റാരോപിതന് മേൽ അത്തരം തെളിവുകൾ എതിരാകുന്ന ഒരു ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടേ? തന്ത്രിയെ അറസ്റ്റ് ചെയ്യേണ്ടേ? ശബരിമലയേക്കാൾ പ്രാധാന്യമുണ്ടോ? അതിനേക്കാൾ പവിത്രതയുണ്ടോ? തന്ത്രി ചെയ്ത കുറ്റങ്ങളല്ലേ പ്രധാനമായും പരിശോധിക്കപ്പെടേണ്ടത്? ഇതൊക്കെയല്ലേ നോക്കുന്നത്? അല്ല, ഇവരുടെ ഒരു അഭ്യാസം നോക്കിക്കോണം. അഭ്യാസം എന്ന് തന്നെ പറയാൻ പറ്റൂ. കാരണം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്, ദേവസ്വം സ്പെഷ്യൽ ബെഞ്ച് ഇവരുടെ സീൽഡ് കവറിൽ കൊണ്ടു കൊടുത്ത കാര്യങ്ങളിൽ ഒരുപാട് പിന്നെ മൊഴികളും ഇവരുടെ അന്വേഷണ റിപ്പോർട്ടുകളും ഒക്കെ ഉണ്ട്. അതൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല, പുറത്തു വന്നിട്ടില്ല. ട്രയലിന്റെ സമയത്ത് അതൊക്കെ പുറത്തേക്ക് വരും. ഇടക്കാല ഉത്തരവുകൾ മാത്രമേ നമ്മുടെ കിട്ടിയിട്ടുള്ളൂ. ആ ഇടക്കാല ഉത്തരവുകളിൽ ഹൈക്കോടതി പറയുന്നു ഇങ്ങനെ പോരാ, വൻ സ്രാവുകൾ ഇനിയും ഉണ്ട് ഇതിൽ പുറത്തു വരാൻ എന്ന് പറയുന്നതിൽ നമുക്കറിയാവുന്നതിൽ ഏറ്റവും വലിയ സ്രാവാണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്, അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെ SIT കൊണ്ടുവന്നിട്ടുള്ള സ്രാവുകളിൽ വെച്ച് ഏറ്റവും വലിയ സ്രാവ് തന്നെയാണ് ഇത് എന്നുള്ള കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ പ്രിന്റ് മീഡിയ എല്ലാ പത്രങ്ങളും ഇന്ന് 1-ാം പേജിൽ തന്നെ ആ നിലയ്ക്ക് എന്റെ വാർത്ത കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു വൻ സ്രാവ് അകത്ത് വന്നു. ഇനി ആരെങ്കിലും വരാനുണ്ടോ നോക്കാമെന്നേ. SIT അന്വേഷിക്കട്ടെ. അന്വേഷിക്കുമ്പോൾ കുറ്റക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് വരാം. പക്ഷേ ഇവിടെ വേറൊരു കാര്യം കാണണം കേട്ടോ അജിംസാദെ. ആ കാണേണ്ട എന്താണെന്നറിയാമോ? ഇപ്പൊ ഇവർ പറയുന്നത് ഇവരൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ആർക്കാണ് മെസ്സേജ് കൊടുക്കുന്നത്? അത് ഞാൻ പറയാം. ആ മെസ്സേജ് കൊടുക്കുന്നത് മറ്റൊന്നുമല്ല,
തന്ത്രിയെ കുടുക്കിയത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉം, തന്ത്രി അറസ്റ്റ് ചെയ്തത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഉം, ആര് പറയുന്നു? ഉം. BJP പറയുന്നു, ഹിന്ദു സംഘടനകൾ പറയുന്നു, ഇപ്പൊ കോൺഗ്രസിന്റെ പക്ഷേ ഭാഗമായിട്ടുള്ളവരും ഹിന്ദു പറയുന്നു. സംഘടനകളെല്ലാം പറയുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. പക്ഷേ BJP പറയുന്നുണ്ട്. ആ BJPയെ പിന്തുണച്ചുകൊണ്ട് കോൺഗ്രസും രംഗത്തെത്തുണ്ട്. അവർ ഈ കാണുന്നത് സുവർണാവസരം എന്നുള്ള നിലയിലാണ്. പക്ഷേ ഹിന്ദു വിശ്വാസികൾ, ശബരിമലയെ സ്നേഹിക്കുന്നവർ, ശബരിമല വിശ്വാസികളൊക്കെ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം, ആരായാലും കുടുങ്ങട്ടെ ആ കുറ്റം ചെയ്തവർ എന്നുള്ളതാണ്, അല്ലേ അല്ല ജയചന്ദ്രൻ സാർ? അല്ല അത് 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 മാത്രമല്ല, അത് നമ്മൾ പറയുമ്പോൾ ആരായാലും കുടുങ്ങണമെന്ന് പറയും. പക്ഷേ രാജീവ് ചന്ദ്രശേഖരന്റെ പ്രസ് മീറ്റിന്റെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നാണെന്നാണ് ഞാൻ കരുതുന്നത്. അതെ, അതെ, അതുകൊണ്ടാണ് അതെ. ഞാനത് പറഞ്ഞത്. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ രാജീവ് ചന്ദ്രശേഖർ നൽകുന്ന മെസ്സേജ് ED-ക്കാണ്. കാര്യം ECIR ഇട്ടല്ലോ, ED-യോടാണ് ആ മെസ്സേജ് നൽകുന്നത്. ഉം. തന്ത്രിയെ പിടിച്ചത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ താല്പര്യപ്പെടുന്ന ചിലരെ പിടിക്കണം എന്നുള്ള മെസ്സേജാണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത്. കാര്യം ഇത് തന്നെയാണ് ഹൈക്കോടതി നിരീക്ഷിച്ച ബാഹ്യ സമ്മർദ്ദം. മാധ്യമങ്ങളും ചിലരും ചേർന്ന് നടത്തുന്ന ബാഹ്യ സമ്മർദ്ദം ഇതാണ്. മാത്രമല്ല ഇവരാണ് ഇതിൽ കൂടുതൽ സത്യാവസ്ഥ തെളിയാൻ CBI വരണമെന്ന് പറയുന്നത്. അപ്പോൾ ആ CBIയും ED-യൊക്കെ ഇറക്കിയതും ഒക്കെ ഇവരുടെ താല്പര്യമാണ് എങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ED-യെയും CBI-യെയും ഉപയോഗിച്ച് ഇവർ പറയുന്നത് പോലെ മാത്രമേ നീങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകൂ, മറ്റ് പല കേസുകളിലും നാം കണ്ടതുപോലെ, അല്ലേ? അല്ല, അതിനകത്ത് ഇവർക്ക് കോൺഗ്രസ്സുകാർ വിചാരിക്കുന്നവരല്ല കാര്യങ്ങൾ പോകുന്നുള്ള അവർ ഇനിയെങ്കിലും മനസ്സിലാക്കിയത് നല്ലത്. കാരണം ഇപ്പൊ ED-ക്ക് ഉള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ECIR ഇട്ട് കഴിഞ്ഞല്ലോ. ECIR ഇട്ട് കഴിഞ്ഞാല് അവർക്ക് ആരെയും ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യാം. അറസ്റ്റ് ചെയ്താൽ ജാമ്യം പോലും കിട്ടില്ല. മറ്റ് കേസുകളിൽ ഇപ്പോ SIT നടത്തുന്ന കേസുകളിൽ പ്രോസിക്യൂഷൻ ഇടപെടാം, പിന്നെ അതൊക്കെ ചെയ്യാം. പക്ഷേ ED-യുടെ കേസിൽ അങ്ങനെയല്ല. പിന്നെ പ്രതി തന്നെ സ്വന്തം നിരപരാധിത്വം തെളിയിക്കേണ്ട ഗതികെട്ട സാഹചര്യമാണ് വരുന്നത്. ജാമ്യം പോലും കൊടുക്കേണ്ടതില്ല, ജാമ്യത്തിന്റെ കോടതി സമീപിക്കാനും കഴിയില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എവിടെ വരെ എത്തും? കാര്യം പിന്നെ രാജീവ് ചന്ദ്രശേഖരന്റെ മീറ്റ് ദ പ്രസിൽ എങ്ങോട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗവും തിരിച്ചു വെച്ചിരിക്കുന്നത് നോക്കൂ. സോണിയാഗാന്ധിയുടെ ഓഫീസ് ഉൾപ്പെടെ, അതിനെ അവരുടെ സഹോദരി ഉൾപ്പെടെ എന്നൊക്കെ പറഞ്ഞ് ചില നാടകങ്ങൾ പറയുന്നുണ്ട്. നമ്മളാരും സോണിയാഗാന്ധി ഇക്കാര്യത്തിൽ ചോദ്യം ചെയ്യണമെന്നോ അല്ലെങ്കിൽ മറ്റു തരത്തിൽ ചെയ്യണമെന്നോ പറഞ്ഞിട്ടില്ല. അത് ഇടതുപക്ഷം അതിന്റെ ആവശ്യപ്പെടുന്നില്ല. MA വിജയൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് അതൊരു ആവശ്യം. മാത്രമല്ല ഇതിന്റെ യുക്തി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നോക്കൂ, ഈ 13 പേരിൽ 11 പേരും അറസ്റ്റിലാകുന്നു. പത്മകുമാർ അറസ്റ്റിലാകുന്നു, വാസു അറസ്റ്റിലാകുന്നു. ഇവരൊക്കെ അറസ്റ്റിലാകുമ്പോഴൊന്നും ഒരു പ്രശ്നവുമില്ല. തന്ത്രി ഇതേ മാർഗത്തിൽ തന്നെ ഇതേ തെളിവുകളുടെ ഒക്കെ അടിസ്ഥാനത്തിലാണ് തന്ത്രി കൂടി അറസ്റ്റിലാവുന്നത്. അപ്പോൾ മാത്രം BJPക്ക് അസ്വസ്ഥത. പക്ഷേ BJPയുടെ ഈ ബ്രാഹ്മണിക്കൽ സ്നേഹം അല്ലെങ്കിൽ അത്തരം ബിംബങ്ങളോടുള്ള സ്നേഹം, അതിനെതിരെ BJPക്കുള്ളിൽ തന്നെ ഫൈറ്റുണ്ട്. കാരണം BG വിഷ്ണു, TP സെൻകുമാർ ഇവരൊക്കെ രംഗത്തെത്തിയിട്ടുണ്ട് തന്ത്രിക്കെതിരെ, BJPയുടെ ഔദ്യോഗിക വേർഷനെതിരെ. ശ്രീ ജയചന്ദ്രൻ. അതെ, ഇവരൊക്കെ നമ്മൾ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇവരുടെ ഈ ഇത്തരത്തിലുള്ള വ്യത്യസ്ത ശബ്ദങ്ങൾ ഇവർ തന്നെ താല്പര്യപ്പെട്ട് പ്രകടിപ്പിക്കുന്നത് തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നാളെ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ ED-യുടെ ഇടപെടൽ ഉണ്ടാവുകയും ഇവരൊക്കെ താല്പര്യപ്പെടുന്ന രൂപത്തിലുള്ള ചില അറസ്റ്റുകൾ ഉണ്ടാവുകയും ചെയ്താൽ ഇവരെല്ലാം വീണ്ടും ഒന്നാവും. ഈ പറയുന്ന വിരുദ്ധ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ വിയോജിപ്പുകൾ FB പോസ്റ്റിലൂടെ പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് താങ്കൾ പറഞ്ഞ ആൾക്കാരടക്കമുള്ളവരൊക്കെ അതൊക്കെ ശരിയായിരിക്കാം. പക്ഷേ എങ്കിലും അവർ പറഞ്ഞ മെറിറ്റ് അവിടെ നിൽക്കുമല്ലോ. അത്തരം വാദമുള്ളവർ BJPക്കുള്ളിൽ ഉണ്ടല്ലോ. അല്ല, ഇതിൽ മെറിറ്റാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ വേറൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇത് പിന്നെ ഈ ബ്ലൈൻഡായിട്ടൊന്നും പിന്താങ്ങേണ്ട കാര്യമില്ല. പക്ഷെ കുറ്റവാളികൾ പുറത്തു വരട്ടെ എന്നൊരു ശരിയായ മെറിറ്റിൽ ആ സമീപനം എടുത്താൽ മതിയല്ലോ. ഞങ്ങൾക്ക് സംശയമുണ്ട് എന്ന് പറയുന്ന ആരോടാണ്? SITയുടെ അന്വേഷണത്തിലാണ് സംശയമുള്ളത്. SITയുടെ അന്വേഷണം ഏകപക്ഷീയമാണോ? അല്ലല്ലോ, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണല്ലോ നടക്കുന്നത്. അപ്പോ ദേവസ്വം സ്പെഷ്യൽ ബെഞ്ചിന്റെ, ഹൈക്കോടതിയുടെ ദേവസ്വം സ്പെഷ്യൽ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്ന ശബരിമല സ്വർണ്ണക്കവർച്ച കേസിന്റെ SIT അന്വേഷണത്തിൽ സംശയമുണ്ട് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അപ്പോ നീതിന്യായ വ്യവസ്ഥയിൽ, ക്രമസമാധാന പാലനത്തിൽ ഇതിലൊന്നും ഇക്കാര്യത്തിൽ തങ്ങൾ വിശ്വസിക്കുന്നില്ല എന്നാണ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഇതിനെയാണ് നമ്മൾ ചെറുക്കേണ്ടത്.
നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമില്ല. എന്തുകൊണ്ട്? തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ ഇവർ കൊടുക്കാൻ അല്ലെങ്കിൽ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. SIT-യിൽ ക്രമസമാധാന പാലന ചുമതലയുള്ള അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ലാത്തത് എന്തുകൊണ്ടാണ്? തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ, മന്ത്രിയെ ഉൾപ്പെടെയുള്ളവരെ അവര് പിടിക്കുന്നു. എന്നാൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചില നേതാക്കളെ, അത് CPM-ന്റെ തന്നെയാണ് കേട്ടോ, CPM-ന്റെ നേതാക്കളെ ഇവർ പിടിക്കുന്നില്ല, അറസ്റ്റ് ചെയ്ത് അകത്തിടുന്നില്ല. അതിലാണ് ഇവരുടെ പ്രശ്നം. അപ്പൊ എന്താണ്? വളരെ പക്ഷപാതപരമായ സമീപനക്കാട്ടിൽ സ്വീകരിക്കുകയും ഇതിൽ രാഷ്ട്രീയം കാണുകയാണ്. പക്ഷേ കോടതിക്കും കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണത്തിനും കോടതി തൃപ്തി രേഖപ്പെടുത്തുന്ന അന്വേഷണത്തിനും പ്രധാനം ഇതിൽ ആരൊക്കെയാണ് കുറ്റം ചെയ്തത്, കുറ്റക്കാരെ സഹായിച്ചത് ആരാണ്, അവരൊക്കെയാണ് കൃത്യമായും കുടുങ്ങേണ്ടത് എന്ന രീതിയിലാണ് നീങ്ങുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിയിലേക്കും അന്വേഷണം നീങ്ങുന്നത്.